ക്ലാസ്സുകളിലായിട്ട് സെറ്റ്, പവർ സെറ്റ്, റിലേഷൻസ് ഇതിന്റെ ബേസിക്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരിട്ടിട്ട് +2 ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോവാണ്. സോ നമ്മുടെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, സോ റിലേഷൻസ് നമ്മൾ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം. R എന്ന് പറയുന്ന ഒരു റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് B എന്ന് പറഞ്ഞ സെറ്റിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. R എന്ന് പറയുന്ന ഒരു റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് B എന്ന് പറഞ്ഞ സെറ്റിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് n of A equal to P and n of B equal to some Q, then number of relations from A to B equal to 2 raised to PQ. ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. R എന്ന് പറയുന്ന ഒരു റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് B എന്ന് പറഞ്ഞ സെറ്റിലേക്കാണെങ്കിൽ അത് എപ്പോഴും A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണെന്ന് പറഞ്ഞു. സോ A ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുക. ആൻഡ് A എന്ന് പറഞ്ഞ സെറ്റിൽ P എലമെന്റും B എന്ന് പറയുന്ന സെറ്റിൽ Q എലമെന്റും ഉണ്ടെങ്കിൽ A ക്രോസ് ബിയിൽ PQ എലമെന്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതേപോലെ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് B എന്ന് പറഞ്ഞ സെറ്റിലേക്ക് 2 raised to PQ റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു. ഈ പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഇനി കാണാൻ പോകുന്ന +2 ടോപ്പിക്സിൽ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് B എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള റിലേഷൻസ് ആയിരിക്കില്ല. ഇതിന്റെ റെസ്ട്രിക്റ്റഡ് കേസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള റിലേഷൻസിനെ മാത്രമേ നമ്മൾ +2ൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ R എന്ന് പറയുന്ന റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A എന്ന് പറഞ്ഞ സെറ്റിലേക്ക് മാത്രമുള്ള റിലേഷൻസിനെ നമ്മൾ കാണുന്നത്. അതായത് ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആയിരിക്കണം എന്നർത്ഥം. അപ്പൊ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആവണമെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ R is a relation defined on A. അപ്പൊ R എന്ന് പറയുന്ന റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നു, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ R എന്ന് പറയുന്ന റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എന്ത് സെയിം സെറ്റ് A തന്നെയായിരിക്കും. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിനെ മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ റിലേഷൻസിന്റെ ഭാഗത്ത് മൊത്തം കാണുന്നുള്ളൂ. അല്ലാതെ ജനറൽ കേസ് ആയിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞു കാണുന്നില്ല. നമ്മൾ റെസ്ട്രിക്റ്റഡ് കേസ് ആയിട്ടുള്ള ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആവുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ടായിരിക്കും, അതാണ് നമ്മൾ കാണുന്നത്. സോ നമ്മൾ ഇനി കാണാൻ പോകുന്ന എല്ലാ റിലേഷൻസും ഈ ഫോമിലായിരിക്കും. R is a relation from A to A. ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് B എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് ആണെങ്കിൽ അത് എപ്പോഴും A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് അല്ലെ. A ക്രോസ് ഫസ്റ്റ് സെറ്റ് ക്രോസ് സെക്കൻഡ് സെറ്റ്. ഓക്കെ, അപ്പോ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് A. ഫസ്റ്റ് സെറ്റ് ക്രോസ് സെക്കൻഡ് സെറ്റ്. അവിടെ ബിയുടെ സ്ഥാനത്തും ആര് തന്നെയാണ്? A തന്നെയാണ്. അപ്പോ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? R ഫ്രം A to A എന്ന് പറയുന്ന റിലേഷൻസ് ഒക്കെ A ക്രോസ് എയുടെ സബ്സെറ്റുകളായിരിക്കും. അപ്പൊ A ക്രോസ് എയുടെ സബ്സെറ്റുകളെയാണ് നമ്മൾ Aയിൽ നിന്ന് Aയിലേക്കുള്ള റിലേഷൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോ ഇഫ് n of A equal to some m, അതായത് A എന്ന് പറഞ്ഞ സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ, A എന്ന് പറഞ്ഞ സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം n of A ക്രോസ് A എന്തായിരിക്കും? n of A ക്രോസ് A എന്ന് പറഞ്ഞാൽ A ക്രോസ് Aയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു what is n of A ക്രോസ് B. n of A ക്രോസ് B equal to n of A into n of B. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. A ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എയിലെ എലമെന്റ്സിന്റെ എണ്ണം ഇൻറ്റു ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ അതേപോലെ n of A ക്രോസ് A ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എയിലെ എലമെന്റ്സിന്റെ എണ്ണം ഇൻറ്റു എയിലെ എലമെന്റ്സിന്റെ എണ്ണം. ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്താ വന്നിരിക്കണേ? A തന്നെയാണ്.
So this can be written as m into m. അല്ലെ ഏത് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയും നമ്മൾ എടുത്തിരിക്കുന്നത് m ആണ് എടുത്തിരിക്കുന്നത്. So number of elements of A is equal to m. So n of A cross A, that is number of elements in the Cartesian product A cross A equal to m into m, that is m square. അപ്പൊ m square elements എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് എയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടായിരിക്കും? നമുക്കറിയാം എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? 2 raised to pq. 2 raised to pq എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആണ് പിയും ക്യൂവും. അപ്പോ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു എ എത്രയായിരിക്കും? 2 raised to number of elements in A into number of elements in A. അവിടെ ബിയും എയും സെയിം ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളാണ് എന്ത്? റിലേഷൻസ്. സോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇവിടെ എ ക്രോസ് എയുടെ സബ്സെറ്റുകളാണ് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ. അപ്പൊ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻസ് എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റുകളാണെങ്കിൽ എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ അത്രയും റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? m സ്ക്വയർ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ m സ്ക്വയർ എലമെന്റ്സ് ഉള്ള ഒരു കാർട്ടീഷ്യൻ ഒരു സെറ്റ് ആണെങ്കിൽ ആ സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? m എലമെന്റ് ഉള്ള സെറ്റ് ആണെങ്കിൽ 2 raised to m സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ m സ്ക്വയർ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ 2 raised to m സ്ക്വയർ റിലേഷൻസ് ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ അങ്ങനെ എത്ര റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 2 raised to m square റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. വേർ m is the number of elements in the set A. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ആണെങ്കിൽ ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ അങ്ങനെ എത്ര റിലേഷൻസ് ഉണ്ടായിരിക്കും? 2 raised to m square റിലേഷൻസ് പോസിബിൾ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യണം, നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ജനറലി ഒരു കാര്യം പറഞ്ഞു, R is a relation from A to B ആണെങ്കിൽ it is always a subset of A cross B. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻഡ് n of A P യും n of B Q ആണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറഞ്ഞാൽ 2 raised to PQ ആണ്. 2 raised to PQ എന്ന് പറഞ്ഞാൽ that is number of elements ആണ് P, number of elements of A ആണ് P, number of elements of B ആണ് Q. So we can write 2 raised to number of elements in A into number of elements in B, that is 2 raised to PQ. So ഇത് കണക്ട് ചെയ്ത് നമ്മൾ അതിന്റെ റെസ്ട്രിക്റ്റഡ് കേസ് ആണ് നോക്കുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പൊ ആ റെസ്ട്രിക്റ്റഡ് കേസ് എന്താ? ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആവുന്ന കണ്ടീഷൻ. അപ്പൊ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആവുക എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് എന്നുള്ളത് ബിയും എന്തുതന്നെയാണ്? ഫസ്റ്റ് സെറ്റ് ആവണം. അതായത് ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിനെയാണ് നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ എയിൽ നിന്ന് എയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അതിനെ വേറെ തരത്തിൽ നമുക്ക് പറയാൻ പറ്റും R is a relation defined on the set A. ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ. അപ്പൊ അതെന്തായിരിക്കും? ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആയിരിക്കും. ഇനി അത് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? അപ്പോ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ എ ക്രോസ് എയുടെ സബ്സെറ്റുകളായിരിക്കും. അപ്പൊ എ ക്രോസ് എയുടെ സബ്സെറ്റുകളെ ആണ് നമ്മൾ എയിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ m എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ m എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് m സ്ക്വയർ എലമെന്റ്സ് ഉണ്ടാവും. അതെങ്ങനെ കിട്ടുന്നത്? n of A cross B equal to n of A into n of B നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ബിയുടെ സ്ഥാനത്തും ആര് തന്നെയാണ്? എ തന്നെയാണ്. സോ n of A cross A equal to n of A into n of A. That is n of A m ആണെന്ന് അറിയാം. That is m into m, that is m square. അപ്പോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ആരുണ്ട്? എ ക്രോസ് എയില് എത്ര എലമെന്റ്സ് ഉണ്ട്? m സ്ക്വയർ എലമെന്റ്സ് ഉണ്ട്. അപ്പോ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്തായിരിക്കും? എ ക്രോസ് എയുടെ സബ്സെറ്റുകളാണ് റിലേഷൻസ് ആയിട്ട് വരിക എയിൽ നിന്ന് എയിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എ ക്രോസ് എയുടെ സബ്സെറ്റുകളാണ്. ഇനി എ ക്രോസ് എയിൽ എത്ര എലമെന്റ് ഉണ്ട്? m സ്ക്വയർ എലമെന്റ് ഉണ്ട്. അപ്പൊ ഒരു സെറ്റിൽ m എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ അല്ലെങ്കിൽ സബ്സെറ്റുകളുടെ കളക്ഷൻ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 2 raised to m ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ m സ്ക്വയർ എലമെന്റ് ഉള്ള എ ക്രോസ് എ ആണെങ്കിൽ എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? 2 raised to m സ്ക്വയർ സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും റിലേഷൻസ് എവിടെ നിന്നുണ്ടായിരിക്കും? എയിൽ നിന്ന് എയിലേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 2 raised to m സ്ക്വയർ റിലേഷൻസ് എവിടെ നിന്ന് പോസിബിൾ ആണ്? എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിലേക്ക് അത്രയും റിലേഷൻസ് നമുക്ക് പോസിബിൾ ആണ്, കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ m എലമെന്റ് ഉണ്ടെങ്കിൽ എയിൽ നിന്ന് എയിലേക്ക് 2m² റിലേഷൻസ് പോസിബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യം ഓർക്കണം, നമുക്ക് ഇനി ആവശ്യം വരും. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് എല്ലാം എന്താണ്? എയിൽ നിന്ന് എയിലേക്ക് അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ജനറൽ കേസ് നമ്മൾ വിടാൻ പോവുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെല്ലാം ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ്. അങ്ങനെ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിന് 3 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റിലേഷൻസിലെ ആ 3 ടൈപ്പ് റിലേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നോക്കാം. സോ നമ്മൾ കണ്ടത് ഇപ്പൊ എന്താണ്? R എന്ന് പറയുന്ന റിലേഷൻ ഫ്രം A to A മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ആൻഡ് വിച്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് A cross A നമ്മൾ പറഞ്ഞു. ആൻഡ് ഇഫ് n of A equal to m ആണെങ്കിൽ then number of elements of relation from A to A 2m². അപ്പൊ R എന്ന് പറയുന്ന റിലേഷൻ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ അത് എപ്പോഴും A cross A യുടെ സബ്സെറ്റ് ആയിരിക്കും. ഇനി A എന്ന് പറഞ്ഞ സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to A is equal to 2m² ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഓഫ് റിലേഷൻസിൽ 3 ടൈപ്പ് റിലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിനെയാണ്. അതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് റിഫ്ലക്സീവ് റിലേഷൻ. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. റിഫ്ലക്സീവ് റിലേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, സോ നോക്കാം. റിഫ്ലക്സീവ് റിലേഷൻ അപ്പൊ എന്താ ഈ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞ വാക്കിന്റെ നിങ്ങൾ റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്ക് ഓർത്താൽ മതി, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുക, ആ ഒരു വാക്ക് ഓർത്താൽ മതി. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഓർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു എക്സാമ്പിൾ നിന്ന് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജനറൽ ഡെഫിനേഷൻ നോക്കാം. സോ എ എന്ന് പറഞ്ഞ ഒറ്റ സെറ്റിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ എടുക്കുകയാണ് 1 2. ഓക്കെ, ആൻഡ് R എന്ന് പറയുന്ന റിലേഷൻ ഫ്രം A to A, ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് ആണ്. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ആണ് R എന്ന് പറഞ്ഞു. സോ നമുക്ക് എങ്ങനെ അതിനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റും? A എന്ന് പറഞ്ഞ സെറ്റ് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് നമ്മൾ റിലേഷൻ നോക്കുന്നത്. ആൻഡ് ദാറ്റ് റിലേഷൻ ഇസ് R. ആൻഡ് A എന്ന് പറഞ്ഞ സെറ്റിൽ 2 എലമെന്റ്സ് ആണ് ഉള്ളത്, 1 2 1 2. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A എന്ന് പറഞ്ഞ സെറ്റിലേക്ക് R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് റിഫ്ലക്സീവ് ആവണം എന്ന് പറയണമെങ്കിൽ, അപ്പൊ എപ്പോഴാണ് ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവുക? അപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്താൽ മതി. ഒരു റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ സെറ്റിന്റെ ഇപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാപ്പ് ചെയ്യാൻ റിലേഷനിൽ നമ്മൾ പറഞ്ഞു. പക്ഷെ റിഫ്ലക്ട് ചെയ്യപ്പോഴാ? ഇപ്പോ ഫസ്റ്റ് സെറ്റിനെ നമുക്ക് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ഓർത്താൽ മതി, 1ന്റെ റിഫ്ലക്ഷൻ എപ്പോഴും, നമ്മളിപ്പോ ഒരു മിററിൽ 1നെ നോക്കുകയാണെങ്കിൽ 1ന്റെ റിഫ്ലക്ഷൻ എപ്പോഴും എന്തെന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പൊ 1നെ നിർബന്ധമായിട്ട് എങ്ങോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം? 1ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് 2ന്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. അപ്പൊ റിഫ്ലക്റ്റഡ് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ ഇമേജ് 1ലേക്ക് തന്നെ പോകണം, 2ന്റെ ഇമേജ് 2 തന്നെ ആയിരിക്കണം, അല്ലെ റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു വാക്ക് മാത്രം ഓർത്താൽ മതി. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെറ്റിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം 2 സെറ്റ് സെയിം ആണ്. അപ്പൊ നമ്മുടെ സെറ്റിൽ ഏത് എലമെന്റ്സ് ഒക്കെ ഉണ്ടോ ആ എലമെന്റ്സിന്റെ ഒക്കെ റിഫ്ലക്റ്റഡ് ഇമേജസ് എന്തായാലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ എത്ര ആൾക്കാരുണ്ടോ അവരൊക്കെ റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ സെറ്റിൽ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പൊ 1നെ റിഫ്ലക്ട് ചെയ്താൽ 1ലേക്ക് തന്നെ മാപ്പ് ചെയ്യാം, 2നെ റിഫ്ലക്ട് ചെയ്താൽ 2ലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. അപ്പൊ നിർബന്ധമായിട്ടും ഏത് പെയർ ഉണ്ടായിരിക്കണം നമ്മുടെ റിലേഷനിൽ? R എന്ന് പറയുന്ന റിലേഷനിൽ 1നെ 1ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ 2നെ 2ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം.
അപ്പൊ ഇവര് മാത്രമേ വരാൻ പാടുള്ളൂ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിർബന്ധമായിട്ടും ആരുണ്ടായിരിക്കണം? നമ്മുടെ സെറ്റില് എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ 1 ആണെങ്കിൽ 1 1നോട് റിലേറ്റഡ് ആയിരിക്കണം, 2 ആണെങ്കിൽ 2 2നോട് റിലേറ്റഡ് ആയിരിക്കണം. ഇനി ഇതിൽ 3 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 3 ഉണ്ടെങ്കിൽ 3 എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം? 3യോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ റിലേഷൻ എന്തെന്ന് പറയുക? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുക. അതായത് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഇമേജസ് കംപ്ലീറ്റ് നമ്മുടെ റിലേഷൻസിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഇവര് നിർബന്ധമായി ഉണ്ടാവണമെന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, അതിന്റെ കൂടെയും നമുക്ക് വേറെ ആര് വന്നാലും കുഴപ്പമില്ല. 1 2ന് മാപ്പ് ചെയ്യാം, 2 1ലേക്ക് മാപ്പ് ചെയ്യാം, ഏത് വേണമെങ്കിലും വരാം. 1 2 വരാം, 2 1 വരാം. അപ്പൊ അവരൊന്നും ഇതിന്റെ റിഫ്ലക്സിവിറ്റിക്ക് മാറ്റം വരുത്തില്ല. കാരണം റിഫ്ലക്സീവ് റിലേഷൻ ആവണമെങ്കിൽ റിഫ്ലക്റ്റഡ് ഇമേജസ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അതായത് ഫസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ ഏത് സെറ്റിലാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലെ എല്ലാ എലമെന്റും അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. ബാക്കി ഇനി ആരൊക്കെ വന്നാലും വന്നിട്ടില്ലെങ്കിലും ആ റിലേഷന്റെ റിഫ്ലക്സിവിറ്റിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഒരു റിലേഷൻ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നത് റിഫ്ലക്സീവ് ആവണമെങ്കിൽ നമ്മളെ സെറ്റില് എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 1 2 ഉണ്ട്. അപ്പൊ 1 2 ഉണ്ടെങ്കിൽ 1 1നോട് റിലേറ്റഡ് ആയിരിക്കണം, 2 2നോട് എന്തായാലും റിലേറ്റഡ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. ബാക്കി ഇനി ഏതൊക്കെ എലമെന്റ്സ് റിലേറ്റഡ് ആയാലും ആയിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പൊ R എന്ന് പറയുന്ന റിലേഷൻ ഞാൻ ഇങ്ങനെ മാത്രമേ ഡിഫൈൻ ചെയ്തോളൂ എന്ന് വിചാരിക്കാം. 1നെ 1ലേക്ക് റിലേറ്റ് ചെയ്തു, 2നെ 2ലേക്ക് റിലേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ റിലേഷൻ ഇത് മാത്രമേ നമ്മുടെ റിലേഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ R എന്ന് പറയുന്ന റിലേഷൻ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 റിലേറ്റഡ് ടു 1 ആൻഡ് 2 റിലേറ്റഡ് ടു 2. ഓക്കെ, അപ്പൊ 1 റിലേറ്റഡ് ടു 1 ആണ്, 2 റിലേറ്റഡ് ടു 2 ആണ്. നമ്മുടെ സെറ്റിലെ എലമെന്റ്സ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സെറ്റിലുള്ള ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇതെന്തായി? റിഫ്ലക്സീവ് റിലേഷൻ ആയി. ആൻഡ് വിച്ച് ഇസ് സ്മോളസ്റ്റ് റിഫ്ലക്സീവ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദിസ് സെറ്റ് 1 2. അപ്പൊ സെറ്റ് 1 2 ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് റിലേഷൻ ആണ് ആര്? ഈ പറഞ്ഞ ഇത്. കാരണം നമ്മൾ ആ റിഫ്ലക്സീവ് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഇപ്പൊ 1 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, 2 2 എന്ന് പറയുന്ന എലമെന്റും ഉണ്ട്. കൂടെ ഞാൻ 1 2 കൂടി ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് വേറൊരു റിലേഷൻ ആവും അല്ലെ? ഇതേ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന വേറൊരു റിലേഷൻ. അപ്പൊ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, പ്ലസ് എക്സ്ട്രാ വേറെ ആളും കൂടി ആഡ് ചെയ്തു 1 2. 1 റിലേറ്റഡ് ടു 2 കൂടി നമ്മൾ എടുത്തു. അപ്പൊ 1 റിലേറ്റഡ് ടു 2 കൂടി എടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ പേര് വിളിച്ചോളൂ, R1. വേറൊരു റിലേഷൻ ആണ് R1. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഫംഗ്ഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചു, ഫംഗ്ഷൻ അല്ല, റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ നോക്കണ്ടേ? ഏതാണോ നമ്മുടെ സെറ്റ് എന്ന് നോക്കുക. സെറ്റ് ഏതാ? സെറ്റ് 1 2. അപ്പൊ സെറ്റ് 1 2 എത്ര എലമെന്റ് ഉണ്ട്? 1 ഉണ്ട് 2 ഉണ്ട്, 2 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ 1 1ലേക്ക് റിലേറ്റഡ് ആയിരിക്കണം, 2 2ലേക്ക് റിലേറ്റഡ് ആയിരിക്കണം. അതുണ്ട്, 1 1ലേക്ക് റിലേറ്റഡ് ആണ്, 2 2ലേക്ക് റിലേറ്റഡ് ആണ്. ഇനി വേറെ ആരെങ്കിലും എക്സ്ട്രാ വന്നോണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, റിഫ്ലക്സിവിറ്റിക്ക് മാറ്റം വരില്ല. അപ്പൊ റിഫ്ലക്സീവ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും സെറ്റിൽ ഈ 2 എലമെന്റും ഉണ്ടായിരിക്കണം. ബാക്കി ഇനി ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് വേറെ ഒരെണ്ണം കൂടി എഴുതാൻ പറ്റും. വേറെ R2 എന്ന് പറഞ്ഞ റിലേഷൻ ഇതേ സെറ്റിൽ തന്നെ 1 1 എന്തായാലും റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഈ 2 ആൾക്കാർ നിർബന്ധമാണ്. പിന്നെ അടുത്ത ഒരാളെ ഞാൻ ആഡ് ചെയ്തു 2 1, 2ൽ നിന്ന് 1ലേക്ക്. അപ്പൊ ഇതും റിഫ്ലക്സീവ് ആയിരിക്കും. കാരണം 1 1 ഉണ്ട്, 2 2 ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ആള് വന്നേ ഉള്ളൂ. ഇയാളില്ല, 1 2 ഇല്ല, 2 1 ഉണ്ട്. ഇനി അയാൾ വന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ റിലേഷന്റെ എന്ത് വരില്ല? റിഫ്ലക്സിവിറ്റിക്ക് മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. ഇനി ഇതല്ല, നമുക്ക് വേറെ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോ വേറെ റിലേഷൻ R3 എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്തു. 1 1 2 2, ഇനി 1 2 ചേർത്തു, 2 1 ചേർത്തു. ഓക്കെ, അതായത് 1 റിലേറ്റഡ് ടു 1 ആണ്, 1 റിലേറ്റഡ് ടു 2 ആണ്, 2 റിലേറ്റഡ് ടു 2 ആണ്, 2 റിലേറ്റഡ് ടു 1 ആണ്. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയി, ഏറ്റവും വലിയ റിലേഷൻ ആയി. ഇവിടുത്തെ മാക്സിമം നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ കിട്ടുന്നതാണ് ഇത് 1 1 2 2 1 2 2 1. അപ്പൊ ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ആൻഡ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് റിലേഷൻ, A cross A ആയി അല്ലെ? അപ്പൊ നമുക്ക് ഇതുപോലെ റിഫ്ലക്സീവ് റിലേഷൻസ് ഒരുപാട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോ റിഫ്ലക്സീവ് ആവാൻ മെയിൻലി ഇവിടെ കിടക്കുന്ന ആൾക്കാരാരാ? ഈ പറയുന്ന ആൾക്കാരാണ്. റിഫ്ലക്സീവ് ആവാൻ കാരണമായിട്ടുള്ള ആൾക്കാരാരാണ്? ഈ സെയിം കോർഡിനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ. അതായത് ഫസ്റ്റ് 1 1 ആൻഡ് ദെൻ 2 2.
ബാക്കിയുള്ള ഏത് എലമെന്റ്സ് വന്നാലും അവിടെ എന്തില്ല, അത് റിഫ്ലക്സിവിറ്റീനെ അതിന്റെ പ്രോപ്പർട്ടീനെ എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. അപ്പൊ റിഫ്ലക്സീവ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ പെയേഴ്സ് ഉണ്ടാവണമെന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ആ സെറ്റിലുള്ള എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആവണം. അങ്ങനെ അതേ എലമെന്റിനോട് റിലേറ്റഡ് ആണെങ്കിൽ ആ റിലേഷൻ എന്താവും, റിഫ്ലക്സീവ് ആവും. ബാക്കി ഏതൊക്കെ എലമെന്റ്സ് എങ്ങനെയൊക്കെ റിലേറ്റ് ആയാലും ആയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ശ്രദ്ധിക്കുക, അപ്പൊ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ ആ എലമെന്റ് ഒക്കെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു എലമെന്റ്, ഫോർ എക്സാമ്പിൾ 1 ഇതിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ R1 എന്ന് പറഞ്ഞ എഴുതിയ റിലേഷനിൽ 1 ഇല്ല, 2 ഉണ്ട്, 1 ഉണ്ട്. ഇത് റിഫ്ലക്സീവ് ആവുമോ? റിഫ്ലക്സീവ് ആവില്ല. കാരണം എന്താ, നമ്മുടെ സെറ്റിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ ആ എലമെന്റ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ 1 1നോട് റിലേറ്റഡ് ആയിരിക്കണം നിർബന്ധമായിട്ടും, 2 2നോട് റിലേറ്റഡ് ആയിരിക്കണം. പക്ഷെ ഇവിടെ 2 2നോട് റിലേറ്റഡ് ആണ്, പക്ഷെ 1 1നോട് റിലേറ്റഡ് അല്ല. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ റിലേഷൻ എന്താവില്ല, റിഫ്ലക്സീവ് ആവില്ല. അപ്പൊ ഏതെങ്കിലും കുറച്ച് എലമെന്റ്സിന്, സെറ്റിലുള്ള എലമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, അവിടെ ശ്രദ്ധിക്കണം, ഫോർ എവറി എലമെന്റ് ഇൻ ദ സെറ്റ്, ആ ഫോർ എവറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതൊരു എലമെന്റ് ഫസ്റ്റ് സെറ്റ് നമ്മുടെ സെറ്റിൽ എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിലെ എല്ലാ എലമെന്റും അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ബാക്കി ഇനി വേറെ ഏത് എലമെന്റ്സ് വന്നാലും വന്നിട്ടില്ലെങ്കിലും എന്തില്ല, റിഫ്ലക്സിവിറ്റിക്ക് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റ് ABC 3 എലമെന്റുള്ള സെറ്റ് ആണ്. അപ്പൊ ഞാൻ R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R is equal to അല്ലെങ്കിൽ R from A to A defined by R equal to AA, AB, BC, CC. ഓക്കെ, നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ സെറ്റ് എന്താ, സെറ്റ് ABC 3 എലമെന്റ് ഉള്ള സെറ്റ് ആണ്. ആൻഡ് R എന്ന് പറയുന്ന റിലേഷൻ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, R is equal to set of all ordered pair AA, AB, BC, CC. ഇപ്പൊ ഇതിനർത്ഥം എന്താ, A റിലേറ്റഡ് ടു A ആണ്, A റിലേറ്റഡ് ടു B ആണ്, B റിലേറ്റഡ് ടു C ആണ്, C റിലേറ്റഡ് ടു C ആണ്. ഒന്ന് റോസ്റ്റർ ഫോമിൽ പിക്ചറൈസ് ചെയ്യാം നമുക്കൊന്ന്. എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിലേക്ക് R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ABC ആണ് സെറ്റിലുള്ള എലമെന്റ്സ്, ABC ആണ് സെറ്റിലുള്ള എലമെന്റ്സ്. ഓക്കെ, അപ്പൊ A റിലേറ്റഡ് ടു A ആണ് തന്നിട്ടുണ്ട്. സോ A റിലേറ്റഡ് ടു A ആണ്, A റിലേറ്റഡ് ടു B ആണ് തന്നിട്ടുണ്ട്, ആൻഡ് B റിലേറ്റഡ് ടു C ആണ്, ആൻഡ് C റിലേറ്റഡ് ടു C ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്നത് അല്ലെ. എത്രയല്ലേ ഉള്ളൂ എലമെന്റ്സ്, A റിലേറ്റഡ് ടു A related to B, and B related to C, and C related to C. Okay. ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണോ അല്ലയോ, അല്ലെങ്കിൽ റിഫ്ലക്സീവ് ആവോ, ആൻഡ് വാട്ട് ഇസ് ദ കണ്ടീഷൻ? റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ, ഒരു റിലേഷൻ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഏത് സെറ്റിലാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ A, B, C എന്ന് പറഞ്ഞ 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ A എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം, എയോട് റിലേറ്റഡ് ആയേ പറ്റുള്ളൂ നമ്മുടെ റിലേഷനിൽ റിഫ്ലക്സീവ് ആവണമെങ്കിൽ. B എന്തിനോട് റിലേറ്റഡ് ആവണം, ബിയോട് റിലേറ്റഡ് ആയേ പറ്റുള്ളൂ. C എന്തിനോട് റിലേറ്റഡ് ആവണം, സിയോട് റിലേറ്റഡ് ആയാലേ പറ്റുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ടും ആരൊക്കെ വരണം, A എയോട് റിലേറ്റഡ് ആവണം, B ബിയോട് റിലേറ്റഡ് ആവണം, C സിയോട് റിലേറ്റഡ് ആവണം. അപ്പൊ നിർബന്ധമായിട്ടും റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഈ 3 ആൾക്കാരും എന്തായാലും നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ബാക്കി ഇനി ആരൊക്കെ വന്നാലും വന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നോക്കിയേ, A ഉണ്ടോ നോക്കാം, A ഉണ്ട്. അപ്പൊ ആദ്യത്തെ ആളുണ്ട്. ഓക്കെ, ആൻഡ് B നമ്മുടെ റിലേഷനിൽ ഉണ്ടോ, B റിലേറ്റഡ് ടു B ആണോ, എവിടെ ഇല്ല. അപ്പൊ ഈ എലമെന്റ് നമ്മുടെ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്ത് പറയാൻ പറ്റും, തന്നിരിക്കുന്ന റിലേഷൻ R എന്ന് പറയുന്നത് ഈ സെറ്റില് റിഫ്ലക്സീവ് റിലേഷൻ അല്ല. കാരണം റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഈ 3 പെയറും എന്തായാലും വരണമായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു BBയും കൂടി എക്സ്ട്രാ, CC ഓൾറെഡി ഉണ്ട് ഇവിടെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു തന്നിരിക്കുന്ന ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ആ സെറ്റിൽ ആരൊക്കെ ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ A റിലേറ്റഡ് ടു A ആയിരിക്കണം, B റിലേറ്റഡ് ടു B ആയിരിക്കണം, C റിലേറ്റഡ് ടു C ആയിരിക്കണം.
അപ്പൊ എ റിലേറ്റഡ് ടു എ ആണ് ഇവിടെ, സി റിലേറ്റഡ് ടു സി ആണ് ഇവിടെ, പക്ഷെ ബി റിലേറ്റഡ് ടു ബി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്തല്ല? ദിസ് റിലേഷൻ ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആണ്, ബാക്കി ആൾക്കാരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതെന്ത് എക്സാമ്പിൾ അല്ല, റിഫ്ലെക്സീവ് റിലേഷന് എക്സാമ്പിൾ അല്ല. പകരം ഞാൻ വേറൊന്ന് എഴുതിയെന്ന് വിചാരിക്കുക, സെറ്റ് എ എ, എ ബി, ബി ബി ആൻഡ് സി സി. ഇങ്ങനെ ഒരു റിലേഷൻ ഇതേ സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഒരു റിലേഷൻ ആണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണ്. കാരണം എന്താ? എ എ ഉണ്ട്, ബി ബി ഉണ്ട്, സി സി ഉണ്ട്. അപ്പോ എയുടെ റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ട്, ബിയുടെ റിഫ്ലക്ഷൻ ഉണ്ട്, സിയുടെ റിഫ്ലക്ഷനും ഉണ്ട്. നമ്മുടെ സെറ്റിൽ ആകെ 3 എലമെന്റേ ഉള്ളൂ. ആ 3 എലമെന്റ് റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ട്. പിന്നെ എ ബി ആണ്, എ ബിക്ക് അവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ബാക്കി ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. 3 റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഇമേജസ് എന്തായാലും ഉണ്ടായിരിക്കണം. അവര് 3 ആളും ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്തായി? റിഫ്ലെക്സീവ് ആയി. ഓക്കെ, അപ്പൊ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നിങ്ങൾ ഇത്ര കാര്യം മാത്രം നോക്കിയാൽ മതി. ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. അപ്പൊ ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കിയിട്ട് ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കുക. ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആണോ അല്ലയോ, അതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻസിൽ നമ്മുടെ സെറ്റിലെ എല്ലാ എലമെന്റ്സും അതേ എലമെന്റിനോട് റിലേറ്റഡ് ആണെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താവില്ല? റിഫ്ലെക്സീവ് ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ജനറലി പറയാൻ പറ്റും? ജനറൽ ഡെഫിനിഷൻ എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നോക്കണ്ടേ. അപ്പൊ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താ പറയാ നോക്കാം. അപ്പൊ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു നമ്മള്, ആൻഡ് ആർ ഇസ് എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. എ എന്ന് പറഞ്ഞ സെറ്റ്, ആ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഒരു റിലേഷൻ ആർ, ദാറ്റ് ഇസ് ആർ ഇസ് ഫ്രം എ ടു എ. ആൻഡ് ആ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ആർ ഈസ് സെറ്റ് ടു ബി എ റിഫ്ലെക്സീവ് റിലേഷൻ if എപ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുക? ശ്രദ്ധിക്കുക, റിഫ്ലെക്സീവ് ആവണമെന്നുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ എന്ന് പറഞ്ഞ സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ജനറൽ ആയിട്ട് നമ്മൾ ഒരു എലമെന്റ് എടുത്തു എന്ന് വിചാരിക്കുക, എ ബിലോങ്സ് ടു എ എടുത്തു. എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ജനറൽ ആയിട്ട്, എയിൽ എത്ര എലമെന്റ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ജനറൽ ആയിട്ട് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ്, ഈ എ എന്ന് പറയുന്ന എലമെന്റ് എന്തിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം? എയോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് which implies a, a belongs to എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കുക, R is said to be a reflexive relation. R എന്ന് പറയുന്ന ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെങ്കിൽ എന്താ അതിനർത്ഥം? ഏതൊരു എലമെന്റ് ഞാൻ ഈ സെറ്റിൽ എടുത്താലും, ഏതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ എടുത്ത സെറ്റ്, ആ സെറ്റിൽ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റ് അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഈ സെറ്റ് ഇതാണെന്ന് വിചാരിക്കും, സെറ്റ് എ ബി സി ആണെന്ന് വിചാരിക്കും. അപ്പൊ എ ബി സി എടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ ഇവിടുത്തെ എ ആയിട്ട് 1 2 3 നോക്കാം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 എന്ന് വിചാരിക്കുക. അപ്പൊ 1 എന്ന് പറയുന്ന എലമെന്റ് ആണ് എ എടുത്തതെന്ന് വിചാരിക്കുക, എക്ക് പകരം ഇഫ് എ ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ എ 1 ആണെങ്കിൽ എന്തായിരിക്കണം? 1, 1 എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടാവണം. ഇനി ആ എക്ക് പകരം നമ്മൾ എയുടെ അടുത്ത എലമെന്റ് എക്ക് പകരം 2 അടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ആരുണ്ടായിരിക്കണം? 2, 2 റിലേഷനിൽ ഉണ്ടാവണം. ആൻഡ് എക്ക് പകരം 3 എടുത്തു എന്ന് വിചാരിക്കുക, ഇഫ് എ ഈക്വൽ ടു 3, അങ്ങനെയാണെങ്കിൽ 3, 3 എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എ നമ്മൾ ആ സെറ്റിൽ ഒരു ജനറൽ എലമെന്റ് എടുത്തേ, ആ എ വേണമെങ്കിൽ 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പൊ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം എടുത്താലും, അല്ലെങ്കിൽ ഏതൊക്കെ എടുത്താലും അതിന്റെ എല്ലാം റിഫ്ലക്റ്റഡ് ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോ എ എന്ന് പറയുന്ന ഒരു എലമെന്റിന് അല്ല ഇത് ബാധകമാവണ്ടേ, എല്ലാ എലമെന്റിനും വേണം. അപ്പൊ ഫോർ എവറി എ ബിലോങ്സ് ടു എ, അതും കൂടി നമുക്ക് ഇവിടെ വേണം. ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ ഫോർ എവറി എ ബിലോങ്സ് ടു എ, ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഫോർ എവറി. ഇപ്പൊ ഫോർ എവറി എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെന്റ് സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ എടുത്താലും ആ എലമെന്റ് അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. കാരണം റിലേഷനിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ റിഫ്ലെക്സീവ് റിലേഷന്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഏത് പറഞ്ഞൊരു സെറ്റിൽ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ ആ സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും, ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫോർ എവറി എ ബിലോങ്സ് ടു എ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലെങ്കിൽ ഇത് ശരിയല്ല. കാരണം ഏതൊരു എലമെന്റ് എ ബിലോങ്സ് ടു എ എടുത്താലും
ആ എലമെന്റ് അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ എന്ന് പറയുന്ന ഒരു ജനറൽ എലമെന്റ് എടുത്തു എന്ന് മാത്രം. ആ എ ഇപ്പൊ ഈ സെറ്റാണ് നമ്മൾ എ എടുക്കണമെങ്കിൽ എ 1 ആവാം, 2 ആവാം, 3 ആവാം. അതുകൊണ്ടാണ് ഫോർ എവരി എന്ന് പറഞ്ഞത്. അങ്ങനെ ഏത് എലമെന്റ് നമ്മൾ ആ സെറ്റിൽ എടുത്താലും ആ എലമെന്റ് അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്തായി? റിലേഷൻ റിഫ്ലക്സീവ്. അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഫോർ എവരി എലമെന്റ് എ ബിലോങ്സ് ടു എ, ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഡെഫിനിഷൻ. Let A equal to set 1, 2, 3, etc. up to 15, and R is a relation. R is a relation defined on A given by R equal to set of all ordered pair xy such that y equal to x plus 1, x plus 5, comma x and y belongs to capital A. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, നോക്കിയേ. എ എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3 എക്സെട്ര അപ് ടു 15 ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മുടെ സെറ്റിലുള്ളത്. ആൻഡ് ആർ എന്ന് പറയുന്ന റിലേഷൻ ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5, കോമ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം തന്നിരിക്കുന്നത്. സെന്റൻസ് വൈസ് ഡെഫിനിഷൻ ആണ്. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ ആണ് നമുക്ക് നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഇതിന്റെ മീനിങ് നോക്കുക. എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? റിലേഷനിൽ എപ്പോഴും ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ റിലേഷനിൽ ഓർഡേർഡ് പെയേഴ്സ് എക്സ് വൈ ഫോമിലാണെങ്കിൽ എക്സും വൈയും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5 ആയിരിക്കണം. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5 ആവണമെന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് കോർഡിനേറ്റിന്റെ കൂടെ 5 ആഡ് ചെയ്തതായിരിക്കും സെക്കൻഡ് കോർഡിനേറ്റ്, അല്ലെ? ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് എക്സ്, സെക്കൻഡ് കോർഡിനേറ്റ് ആണ് വൈ. അപ്പോ ഫസ്റ്റ് കോർഡിനേറ്റിന്റെ കൂടെ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ്, അതിന്റെ കൂടെ 5 ആഡ് ചെയ്തതായിരിക്കണം വൈ എന്ന് പറയുന്ന സെക്കൻഡ് കോർഡിനേറ്റ്. അപ്പൊ നമ്മുടെ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയേ, ആർ എന്ന് പറയുന്ന റിലേഷനെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് സെറ്റിലെ എലമെന്റ് ആരാ? 1. അപ്പൊ 1 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് നമുക്ക് എക്സിന് ചൂസ് ചെയ്യാൻ പറ്റിയത് ആരാ? 1 എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ 1 ആണ് നമ്മൾ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നതെങ്കിൽ y എന്തായിരിക്കും? സെക്കൻഡ് കോർഡിനേറ്റ് എന്തായിരിക്കും? y ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. അപ്പൊ y ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ് 1 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ y ഈക്വൽ ടു എന്ത് വരും? എക്സ് 1 ആണെങ്കിൽ 1 പ്ലസ് 5 ദാറ്റ് ഈസ് 6. ഓക്കെ, അപ്പൊ മാപ്പ് ചെയ്യുക എങ്ങോട്ടായിരിക്കും? 1നെ 6ലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ആ റിലേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1, 6 എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത എലമെന്റ് ആരാ? അടുത്ത എലമെന്റ് 2 ആണ്. അപ്പൊ 2നെ നമുക്ക് എങ്ങോട്ട് മാപ്പ് ചെയ്യാൻ പറ്റും? 2 ആണെങ്കിൽ 2 പ്ലസ് 5 ദാറ്റ് ഈസ് 7. സെക്കൻഡ് കോർഡിനേറ്റ് 7 ആയിരിക്കും. ആൻഡ് 3 എടുത്തു കഴിഞ്ഞാൽ 3 പ്ലസ് 5 ദാറ്റ് ഈസ് 8. ആൻഡ് 4 പ്ലസ് 5 ദാറ്റ് ഈസ് 9. ആൻഡ് 5 പ്ലസ് 5 ദാറ്റ് ഈസ് 10. ആൻഡ് 6 പ്ലസ് 5 ദാറ്റ് ഈസ് 11. ആൻഡ് ദെൻ 7 plus 5 that is 12. And then next element 8 plus 5 13. And 9 plus 5 14. And 10 plus 5 15. Okay, ഇനി 10 കഴിഞ്ഞ് 11 എടുത്തു വിചാരിക്കുക എക്സ്. അപ്പൊ 11 എടുത്ത് വെച്ചാൽ 11 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 16 വരും. പക്ഷെ 16 നമ്മുടെ സെറ്റിൽ ഉണ്ടോ? ഇല്ല. നമുക്ക് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനാണ്. അപ്പൊ എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിലേക്കാണ് നമ്മൾ ആർ എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തത്. ഇവിടെ 1 തൊട്ട് 15 വരെ ഉണ്ട്, ഇവിടെ 1 തൊട്ട് 15 വരെ ഉള്ളൂ. അപ്പൊ 11ാമത്തെ എലമെന്റ് എടുത്താൽ മാപ്പ് ചെയ്യാൻ എങ്ങോട്ടാ? 11 ആണ് എക്സ് എടുക്കുന്നതെങ്കിൽ 11 പ്ലസ് 5 16ലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ 16 ഇല്ല. അപ്പൊ 16 ഇല്ല എന്ന് പറഞ്ഞാൽ 11 തൊട്ടിട്ട് ഇനി ഏത് എലമെന്റ് എടുത്താലും ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മുടെ റിലേഷൻ എവിടെ സ്റ്റോപ്പ് ചെയ്യും? 10, 15 എന്ന് പറയുന്ന എലമെന്റിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ റിലേഷൻ ഇത്രയും ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. വെറുതെ അങ്ങനെ മാപ്പ് ചെയ്ത് എഴുതി പോകാൻ പാടില്ല. നമ്മുടെ സെറ്റിൽ ആ എലമെന്റ് ഇമേജ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ 1, 6, 2, 7, 3, 8, 4, 9, 5, 10, 6, 11 എക്സെട്ര അപ് ടു 10, 15
ഇത്രയും എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ ഈ റിലേഷനിൽ ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ ചോദ്യം ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പൊ റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ നോക്കണ്ടേ? ആദ്യം നോക്കേണ്ടത് നമ്മുടെ സെറ്റ് ആണ്. അപ്പൊ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 15 എലമെന്റ് ഉണ്ട്. ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ 15 എലമെന്റ് ഉള്ള സെറ്റില് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തത് റിഫ്ലക്സീവ് ആണെന്ന് പറയണമെങ്കിൽ എന്താ ശ്രദ്ധിക്കണ്ടേ? സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ ആരൊക്കെ ഉണ്ടാവണം? 1 ഉണ്ടെങ്കിൽ 1 ആരോട് റിലേറ്റഡ് ആയിരിക്കണം? 1നോട് റിലേറ്റഡ് ആയിരിക്കണം. ഇയാൾ ഉണ്ടാവണമായിരുന്നു. 2 ആണെങ്കിൽ 2നോട് റിലേറ്റഡ് ആയിരിക്കണമായിരുന്നു. 3 ആണെങ്കിൽ 3നോട് റിലേറ്റഡ് ആയിരിക്കണമായിരുന്നു. എക്സെട്ര 15 എന്ന് പറയുന്ന ഇത്രയും പെയേഴ്സ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? റിലേഷൻ റിഫ്ലക്സീവ് ആവുള്ളൂ. അപ്പൊ നമ്മുടെ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ നോക്കിയേ, 1 ഉണ്ടാവണമായിരുന്നു, 2 ഉണ്ടാവണമായിരുന്നു, 3 ഉണ്ടാവണം, എക്സെട്ര അപ് ടു 15 അത്രയും 15 പെയേഴ്സ് ഓഫ് എലമെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമായിരുന്നു. റിഫ്ലക്റ്റഡ് ഇമേജസ് ഉണ്ടാവണമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഒരാൾ പോലും ഇതിലില്ല. 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, എക്സെട്ര 15 ഒന്നുമില്ല. അപ്പൊ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പെയേഴ്സിൽ ഒരാളെ പോലും വന്നിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് വന്നോണ്ടും കാര്യമില്ല. ഈ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ 15 ആൾക്കാർ എന്തായാലും ഇവിടെ വരണം. പക്ഷെ ആ പറഞ്ഞ ഒരാൾക്കാരും ഇതിന് വരാത്തോണ്ട് ഈ റിലേഷൻ എന്താവില്ല? റിഫ്ലക്സീവ് ആവില്ല. അപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ ഈസ് നോട്ട് റിഫ്ലക്സീവ്. അപ്പൊ ഇതും എന്തല്ല? നോട്ട് റിഫ്ലക്സീവ്. അപ്പൊ നമുക്ക് ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ എന്തല്ല? റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇനി വേറെ ഒന്ന് നോക്കാം നമുക്ക്. ഇതേ സെറ്റിൽ തന്നെ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കും. വേണ്ട, വേറെ എടുക്കാം. ലെറ്റ് A equal to set 1, 2, 3, 4 and R is a relation on A given by R is equal to set of all ordered pair xy such that x equal to y and x comma y belongs to A. ഈ റിലേഷൻ നോക്കി. A എന്ന് പറഞ്ഞ സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. A ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മുടെ സെറ്റിലുള്ളത്. ആൻഡ് R എന്ന് പറയുന്ന റിലേഷൻ A എന്ന് പറഞ്ഞ ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് എങ്ങനെയാ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? R is equal to set of all ordered pair xy such that x equal to y, x and y belongs to A. അർത്ഥം എന്താ? എക്സ് വൈയോട് റിലേറ്റഡ് ആവണം. എപ്പോഴാണ് റിലേറ്റഡ് ആവുക? എക്സും വൈയും ഈക്വൽ ആവുമ്പോ. അപ്പൊ എക്സും വൈയും ഈക്വൽ ആവുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഏതാണോ എടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം എന്ത്? വൈ. അതായത് ഫസ്റ്റ് കോർഡിനേറ്റും സെക്കൻഡ് കോർഡിനേറ്റും സെയിം ആവണം എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഈ റിലേഷൻ എങ്ങനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും? ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. എക്സിന് ഫസ്റ്റ് എടുക്കാനുള്ള പോസിബിലിറ്റി എന്താ? 1. അപ്പൊ 1 എടുത്ത വൈയും എന്താവണം? എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ എക്സ് 1 എടുത്ത വൈയും എന്ത് ആയിരിക്കണം? 1 ആവണം. രണ്ട് കോർഡിനേറ്റ് സെയിം ആവണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1, 1 എന്തായാലും വരണം. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ? 2. എക്സിന് 2 എടുത്താൽ വൈ എന്തായിരിക്കണം? 2. എക്സ് 3 എടുത്താൽ വൈ എന്തായിരിക്കണം? 3. ഇനി ലാസ്റ്റ് എലമെന്റ് ആരാ? എക്സ് 4 എടുത്താൽ വൈ എന്തായിരിക്കണം? 4. ഇനി എലമെന്റ്സ് കഴിഞ്ഞു, പോസിബിൾ അല്ല. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഈ റിലേഷൻ R എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ xy such that x equal to y, x and y belongs to the set A എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എന്താ വരിക? ഫസ്റ്റ് കോർഡിനേറ്റും സെക്കൻഡ് കോർഡിനേറ്റും സെയിം ആവണം. സോ ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആണെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റും 1 ആണ്. അടുത്തത് 2 ആണെങ്കിൽ 2 ആണ്. 3, 3, 4, 4. ഇനി ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കുമോ? റിഫ്ലക്സീവ് ആവണമെങ്കിൽ സെറ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട് നോക്കുക? 1, 2, 3, 4 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ 4 എലമെന്റിൽ ഡിഫൈൻ ചെയ്ത ഈ റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ 1 എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം? 1നോട് റിലേറ്റഡ് ആവണം. അപ്പൊ ഇയാളുണ്ട് 1 റിലേറ്റഡ് ടു 1 ആണ്. 2 എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം? 2നോട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ 2 റിലേറ്റഡ് ടു 2 ആണ്. ആൻഡ് 3 എന്തിനോട് റിലേറ്റഡ് ആണ്? 3യോട് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട്. ആൻഡ് 4 റിലേറ്റഡ് ടു എന്താവണം? 4നോട് റിലേറ്റഡ് ആവണം. അതുകൊണ്ട്. അപ്പൊ 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും റിഫ്ലക്ഷൻ എവിടെയുണ്ട്? നമ്മുടെ റിലേഷനിലുണ്ട്. ഇനി അത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. നിർബന്ധമായിട്ടും ഈ 4 ആൾക്കാരും എന്തായാലും റിഫ്ലക്റ്റഡ് ഇമേജസ് എന്തായാലും ഉണ്ടായിരിക്കണം. സോ ദിസ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. അപ്പൊ ഈ റിലേഷൻ എന്താണ്?
റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു റിഫ്ലെക്സീവ് അല്ലാത്ത റിലേഷൻ ഒരു എക്സാമ്പിൾ കണ്ടു, റിഫ്ലെക്സീവ് ആയിട്ടുള്ള റിലേഷൻ എക്സാമ്പിൾ കണ്ടു. അപ്പൊ ഇത്രേ ആലോചിക്കേണ്ടുള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം നോക്കേണ്ടുള്ളൂ, നമ്മൾ ഏത് സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തെന്ന് നോക്കുക, ആ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക, ആ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ ആ എലമെന്റ് എല്ലാം അതേ എലമെന്റിനോട് റിലേറ്റഡ് ആണോ നോക്കുക. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം, ആ സെറ്റിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ അവരുടെയൊക്കെ റിഫ്ലക്ഷൻ, ആ റിഫ്ലക്റ്റഡ് ഇമേജസ് ഉണ്ടോ നോക്കുക. ബാക്കി ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തല്ല പ്രശ്നമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷനെ കുറിച്ച് നമുക്ക് പറയാം. അല്ലെങ്കിൽ ബേസിക് ഡെഫിനിഷൻ ഇതാണ്. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ ഫോർ എവറി എലമെന്റ് ഇൻ ദ സെറ്റ് ക്യാപിറ്റൽ എ ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ, ആൻഡ് ദാറ്റ് ഈസ് എ ബേസിക് ഡെഫിനിഷൻ.